വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ. സഹദായെപ്പറ്റി ചരിത്രം ഇപ്രകാരം പറയുന്നു. AD 275 അദ്ദേഹം ജനിച്ചു. 303 ഏപ്രിൽ 23 അദ്ദേഹം വിശുദ്ധ ഗീവർഗീസ് മരിച്ചുവെന്നാണ് പ്രത്യേകമായിട്ട്, രക്തസാക്ഷിയായി എന്നാണ് പ്രത്യേകമായിട്ട് പാരമ്പര്യം പറയുക. റോമാ ചക്രവർത്തി ഡയോക്ലീഷ്യൻ്റെ കാലത്ത് റോമൻ പട്ടാളക്കാരനായിരുന്നു വിശുദ്ധ ഗീവർഗീസ്. അദ്ദേഹം പട്ടാളത്തിലായിരുന്നപ്പോൾ ക്രിസ്ത്യ വിശ്വാസിയായിരുന്നതിൻ്റെ പേരിൽ വിശ്വാസം ഉപേക്ഷിക്കുവാൻ വലിയ നിർബന്ധം അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനും വിശ്വാസം ഉപേക്ഷിക്കുന്നതിനും അദ്ദേഹം മനസ്സ് കാണിച്ചില്ല. വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം വലിയ താല്പര്യമെടുത്തു. അതിൻ്റെ പേരിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിച്ചു എന്നാണ് പാരമ്പര്യം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. ഗ്രീക്ക് ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്നും ജനിച്ച ഗീവർഗീസ് അപ്പൻ്റെ മരണശേഷം അവർ പലസ്തീനയിലേക്ക് വരികയും റോമൻ പട്ടാളത്തിൽ അംഗമാകുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക. വിശുദ്ധ ഗീവർഗീസിൻ്റെ പടം നമ്മൾ കാണുമ്പോൾ ഒരു വലിയ മഹാവ്യാളിയെ ഗീവർഗീസ് സഹദ ശൂലം കൊണ്ട് കുത്തി കൊല്ലുന്ന ഒരു ചിത്രമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്നാൽ ഈ പാരമ്പര്യം 10-ാം നൂറ്റാണ്ട് ശേഷം രൂപപ്പെട്ട പാരമ്പര്യമെന്നാണ് പല പിതാക്കന്മാരും അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. ബൈബിൾ പണ്ഡിതരും സഭാചരിത്രകാരന്മാരും വ്യാഖ്യാനിക്കുന്നത്. ഇപ്രകാരം ഒരു ലെജൻഡ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതായത് ലിബിയ എന്ന സ്ഥലത്ത് സീലൻ സിറ്റിയിൽ ഒരു മഹാവ്യാളി അത് മനുഷ്യരെ നിരന്തരം ആക്രമിക്കുകയും അനേകം മനുഷ്യർ മരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ 2 ആട്ടിൻകുട്ടിയെ ഒരു ദിവസം വീതം ഈ മഹാവ്യാളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യർ രക്ഷപ്പെടും എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ദിവസവും 2 ആട്ടിൻകുട്ടികളെ വീതം ഈ മഹാവ്യാളിക്ക് സമർപ്പിച്ചുവെന്നും, എന്നാൽ ആട്ടിൻകുട്ടികൾ അവസാനിച്ചപ്പോൾ ഇനിയും കൊടുക്കാൻ ആ സിറ്റിയിൽ ആട്ടിൻകുട്ടികളൊന്നുമില്ലാതിരുന്ന പശ്ചാത്തലത്തിൽ മനുഷ്യരെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമുണ്ടായി. അങ്ങനെ കുറിയിട്ട് മനുഷ്യരെ തിരഞ്ഞെടുക്കുമ്പോൾ രാജാവിൻ്റെ മകൾക്ക് ആ കുറി വീണു. എന്നാൽ പകരം മറ്റാരും അത് ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായില്ല. ഇപ്രകാരം ഒരു പശ്ചാത്തലത്തിൽ ഈ വ്യാളിയെ, ഈ മഹാസർപ്പത്തെ ശൂലം കൊണ്ട് കുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഗീവർഗീസ് സഹദായെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്ന പാരമ്പര്യം. അങ്ങനെ രാജാവിൻ്റെ മകളെ വിശുദ്ധ ഗീവർഗീസ് രക്ഷിച്ചു. വ്യാളിൽ നിന്നും ആ സമൂഹത്തെ രക്ഷിച്ചു. രാജാവ് വലിയ സന്തോഷവാനായി ഒത്തിരി സമ്മാനങ്ങളും ഒത്തിരി സാമ്പത്തികമായ നന്മകളും ഗീവർഗീസ് നൽകുകയുണ്ടായി. എന്നാൽ വിശുദ്ധ ഗീവർഗീസ് അതെല്ലാം പാവപ്പെട്ടവരുടെ നന്മയ്ക്കായിട്ട് നൽകുകയുണ്ടായി എന്നാണ് പാരമ്പര്യം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. ഗീവർഗീസ് സഹദായുടെ പ്രത്യേക ഇടപെടൽ മൂലം ആ സിറ്റിയിലുള്ള എല്ലാവരും ക്രിസ്ത്യാനികളായി എന്നാണ് പാരമ്പര്യം സൂചിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗീവർഗീസ് മഹാസർപ്പത്തിൻ്റെ മഹാവ്യാളിയുടെ വായിലേക്ക് ശൂലം കൊണ്ട് കുത്തി അതിനെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആധുനിക യുഗത്തിൽ മനസ്സിലാക്കുക, തിന്മയ്ക്കെതിരെയുള്ള വലിയൊരു പോരാട്ടമായിരുന്നു ഗീവർഗീസിൻ്റേത്. സർപ്പമെന്ന് പറയുന്നത് ക്രിസ്തീയതയ്ക്കെതിരെ നിൽക്കുന്ന ഒരു പ്രതീകമായിട്ടാണ്. സർപ്പത്തെ ആദിമസഭയിൽ അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ടാണ് മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ലോകമെങ്ങും എല്ലാവരുടെ സുവിശേഷം പ്രഘോഷിക്കണം, വിശ്വസിച്ച് സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായത് എന്തു കുടിച്ചാലും അത് നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്താണ് അർത്ഥമാക്കുന്നത്? സർപ്പങ്ങളെ കയ്യിലെടുക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാമോദിസ സ്വീകരിച്ച് പോയി പാമ്പിനെ പിടിച്ചാൽ പാമ്പ് കടിക്കും, വിഷം കുടിച്ചാൽ ചത്തും പോവും. അത് ആലങ്കാരികമായിട്ട് സർപ്പങ്ങളെ കയ്യിലെടുക്കും. ക്രിസ്ത്യാനിറ്റിക്കെതിരെ ക്രിസ്തീയതയെ നശിപ്പിക്കുന്ന തിന്മയാണ് സർപ്പമെന്ന് ഉദ്ദേശിക്കുക. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് യേശുവിനെ പ്രഘോഷിക്കാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കെതിരെ നിങ്ങളെ നശിപ്പിക്കുന്ന തിന്മയുടെ എല്ലാ സർപ്പങ്ങളെയും നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൻപുറത്ത് പറയും, അവനെ കയ്യിലെടുത്തു, അവനെ സ്വന്തമാക്കി. തിന്മ ചെയ്ത് നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കും. കർത്താവിൽ വിശ്വസിച്ച് മാമോദിസ സ്വീകരിച്ച്
കർത്താവിനെ പ്രഘോഷിക്കാൻ പോയാൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന സർപ്പശക്തിക്കെതിരെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരെ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ സാധിക്കും, അവരെ നിങ്ങളുടെ അനുയായികളാക്കാൻ സാധിക്കും, അവരെ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. അപ്പോൾ ഗീവറീസഹത സർപ്പത്തെ കൊന്നു എന്ന് പറയുമ്പോൾ തിന്മയ്ക്കെതിരെയുള്ള, ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള എല്ലാ ശക്തിയെയും ഇല്ലാതാക്കി എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമ്മളെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മാരകമായത് എന്തു കുടിച്ചാലും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. പാഷണ്ഡതയാണ് സൂചിപ്പിക്കുക. മാരകമായ പാഷണ്ഡതകൾ ആദിമസഭയിലുണ്ടായിരുന്നു. യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന, മനുഷ്യത്വത്തെ നിഷേധിക്കുന്ന പാഷണ്ഡതകൾ. ആ പാഷണ്ഡതകൾ വിഷമായിട്ടാണ് കരുതിയിരുന്നത്. യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ പ്രഘോഷിക്കാൻ മാമോദിസ സ്വീകരിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതു പാഷണ്ഡത ഉള്ളിൽ ചെന്നാലും, ക്രിസ്തുവിനെതിരെയുള്ള ഏത് പഠിപ്പിക്കലുകൾ അവൻ്റെ ഉള്ളിൽ ചെന്നാലും അതവനെ ഉപദ്രവിക്കുകയില്ല എന്നാണ് സുവിശേഷം അർത്ഥമാക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗീവറീസഹത തിന്മയ്ക്കെതിരെ പ്രവർത്തിച്ചു. ക്രിസ്ത്യത ഇല്ലാതാക്കുന്ന എല്ലാ സർപ്പസമാനമായ തിന്മകളെയും ഗീവറീസഹത ഇല്ലാതാക്കി. അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദം മൂലം ഒരു സമൂഹം മുഴുവൻ ക്രിസ്ത്യാനികളായി തീർന്നു. പൗരസ്ത്യ സഭയിൽ ഗീവറീസഹതയെ ഒത്തിരിയും ആളുകൾ വിശുദ്ധനായിട്ട് അംഗീകരിക്കുകയും വിവിധ രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിൻ്റെ പേട്രനായിട്ട് ഗീവറീസഹതയെ പ്രത്യേകമായിട്ട് കരുതുകയും ചെയ്യുന്നു. നമുക്കറിയാം, വിശുദ്ധ ഗീവറീസഹതയുടെ തിരുനാളുകൾ ഈ ദിവസങ്ങളൊക്കെ ആഘോഷിക്കുകയാണ്. 23-ാം തീയതിയാണ് കൃത്യം ഡേറ്റ് നമുക്കറിയാം. നമ്മളൊരാഴ്ച മുൻപേ അത് ആഘോഷിക്കുന്നു എന്ന് മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗീവറീസഹതയുടെ മാധ്യസ്ഥം നമ്മുടെ ഇടവയ്ക്കും നമ്മുടെ സമൂഹത്തിനും ഈ നാടിനും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണല്ലോ. തിന്മയുടെ എല്ലാ ശക്തികളെയും ഇല്ലാതാക്കണം. ഭരണഘടന മുൻപോട്ട് വെക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അർത്ഥങ്ങളും അതിൻ്റെ 100% ഈ നാട്ടിൽ നടപ്പാകണം. ജനത്തിന് ക്ഷേമമുണ്ടാകണം, ജനത്തിന് നന്മയുണ്ടാകണം. പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനും വിശ്വസിക്കുവാനും നമ്മൾക്ക് സാധിക്കണം. തിന്മയുടെ എല്ലാ ശക്തിയെയും ഇല്ലാതാക്കണം. ഏതുവിധ തിന്മ നമ്മുടെ നാട്ടിൽ രൂപപ്പെടുമോ ആ തിന്മകളെല്ലാം ഇല്ലാതാക്കണം. അതിന് വിശുദ്ധ ഗീവറീസഹതയുടെ മാധ്യസ്ഥം അതിനിടയാകട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിൽ നന്മയുണ്ടാകണം, സഹോദര്യമുണ്ടാകണം, സ്നേഹമുണ്ടാകണം. വെറുപ്പിൻ്റെയും അകൽച്ചയുടെയും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് യേശു മുൻപോട്ട് വയ്ക്കുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ, വലിയ കൂട്ടായ്മയുടെ, ആ വലിയ പങ്കുവയ്ക്കലിൻ്റെ ആ വലിയ മനോഭാവം, ക്രിസ്തീയ മനോഭാവം നമ്മുടെ നാട്ടിൽ പുലരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് തിരുനാൾ ദിവസം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള വിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ആമേൻ.